വയനാട് മുട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കയറി ലീഗിൻ്റെ 2 വനിതാ രത്നങ്ങൾ കക്കാൻ ശ്രമിച്ചത് കൈയോടെ പിടിച്ചപ്പോൾ ഇപ്പോൾ ഇവർ ഇടതുപക്ഷ അംഗങ്ങളെന്നുള്ള രീതിയിൽ വ്യാപക പ്രചരണം നടക്കുകയാണ്. ഒന്ന് ആലോചിക്കണേ, ലീഗുകാർ കക്കുക, എന്നിട്ട് പഴി ഇടതുപക്ഷത്തിൻ്റെ തോളിൽ ചാരുക. അങ്ങനെ തോളിൽ ചാരാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ 2 തെളിവുകൾ കൂടി കാട്ടുകയാണ്. ഒന്ന്, ഇക്കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പോസ്റ്ററാണ്. അതിലെ ഒരു ദൃശ്യം നോക്കിയേ. വാർഡ് നമ്പർ 14 നസീമ മങ്ങാട്. ആ ഫോട്ടോയ്ക്കൊപ്പം കൊടുത്തിരിക്കുന്ന ചിഹ്നമേതം നോക്കിയേ. കോണി ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ചിഹ്നമായ കാര്യം ലീഗുകാരുടെ പ്രചരണം കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതും തീർന്നില്ല. രണ്ടാമത്തെ കൈയോടെ പിടിക്കപ്പെട്ട ആൾ, ആ രാത്രിയിലെ ദൃശ്യങ്ങളിലുള്ള ബിന്ദു മോഹൻ, വാർഡ് നമ്പർ 7, അവരുടെ ഒപ്പമുള്ള ആ ചിഹ്നമേതം നോക്കിയേ, അതും കോണി. അപ്പോൾ ഈ ദൃശ്യങ്ങളിലുള്ള 2 പേരും ദുരിതാശ്വാസ ക്യാമ്പിൽ കയറി കക്കാൻ കയറിയത് 2 കോണികളുടെ സംഭാവനയുള്ള അംഗങ്ങളാണെന്ന് ബോധ്യപ്പെടുകയാണ്. ഇതും പോരാഞ്ഞിട്ട് ഒരു തെളിവ് കൂടിയുണ്ട്. ഈ കക്കൽ ശ്രദ്ധയിൽപ്പെട്ട സന്ദർഭത്തിൽ പ്രദേശവാസികൾ മൊബൈലിൽ അത് ഷൂട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന് കൊടുത്ത ആ വിശദീകരണം ഒന്ന് കേട്ടെ. വിഷയല്ല, നിങ്ങൾക്ക് നിങ്ങളെ ഭാഗത്ത് ന്യായം വെച്ചോളി. നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വെച്ചോളി. നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചോളി, ഒരു പ്രശ്നമില്ല. നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചോളി. ആർക്ക് കൊടുക്കാനാണ് നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടാവാൻ വേണ്ടി തന്നെ വെച്ചോളി. എന്താ പേടിക്കാൻ? എന്താ അതല്ല, നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അത് ഇവിടെ വേണ്ടി തന്നെ വെച്ചോളി. മാഷ് വന്നിട്ട് കുഴപ്പമില്ല, മാഷ് ഓർഡറിൽ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അല്ല, ഇതൊന്നൊരു ശരിയായ നടപടിയല്ല, അത്രേ ഉള്ളു പറഞ്ഞോളൂ. ശരിയായ നടപടിയല്ല ഈ രാത്രി 12 എടുക്കുന്ന ഒരു സ്ഥാനത്തുണ്ടോന്നു ഉള്ള കാര്യം പറയാനോ ഒന്നുമില്ല. ഇത് പിന്നെന്താ ഈ 12 മണിക്ക് എന്താ പരിപാടി? ഈ സ്കൂളിൽ എന്താ പരിപാടി? പിന്നെ കുഴപ്പമില്ല. റിയാസ്ക്കാണ് 12 മണിക്ക് സാധനത്തില് വണ്ടിയില് കോളിക്കാന്ന് പറഞ്ഞിട്ട് ചെയർമാനും കൺവീനറും മാത്രം മതിയോ? അറിഞ്ഞാൽ മതി. ബാക്കിയുള്ളതൊക്കെ എല്ലാരും വിളിച്ചിരുന്നല്ലോ. ഇത് സാമ്യം നോക്കി എത്ര ഞങ്ങൾ ഇപ്പൊ വന്നതല്ലടാ, നാളെ രാവിലെ അല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളാ വണ്ടി തന്നെ വെച്ചോളി. നിങ്ങളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ വണ്ടി തന്നെ വെച്ചോളി. ആയിക്കോട്ടെ, അതിന് ഇവിടെ വണ്ടി തന്നെ വെച്ചോളി. ആർക്കാച്ചാ കൊടുത്തോളി, കുഴപ്പമില്ലാന്ന്. അപ്പൊ നിങ്ങളെ ഭാഗത്ത് ന്യായക്കേടുള്ളതുകൊണ്ടല്ലെങ്കിൽ തിരിച്ചുകൊണ്ടേക്കണേ. നിങ്ങളെ ഭാഗത്ത് ന്യായക്കേടുള്ളതുകൊണ്ടല്ലെങ്കിൽ തിരിച്ചുകൊണ്ടേക്കണേ ആണോ? ഞങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ വെച്ചോളി, ആർക്കാച്ചാ കൊണ്ട് കൊടുത്തോളി, ഒരു പ്രശ്നമില്ല. നിങ്ങളെ ഭാഗത്ത് നിങ്ങളെ ഭാഗത്ത് അതന്നെ നിങ്ങളെ ഭാഗത്ത് ഞാൻ ഉണ്ടായാലും വെച്ചോളി. മാഷ് വന്നിട്ട് പറഞ്ഞ കുഴപ്പമില്ല വെച്ചോളി. ചോദിച്ചറിയാലോ, വിളിക്കണമെന്നില്ല, മാഷ് ഇവിടെ വരട്ടെ. ഇതിലുള്ള സാധനങ്ങൾ ഫുള്ള് ഈ ഒരു 12 മണിക്ക് ഇതിൽ കയറ്റുമ്പോ എന്തായാലും വിചാരിക്കുക. ഇത്രയും ജീവിക്കുന്ന തെളിവുകൾ ഉള്ളപ്പോഴാണ് ഈ 2 മെമ്പർമാരും ഇടതുപക്ഷ മെമ്പർമാരാണെന്നുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടത്തുന്നത്. കക്കുക എന്നത് ലീഗിലെ ചിലരുടെ വീക്ക്നെസ്സാണ്. അത് കൈയോടെ പിടിക്കപ്പെടുമ്പോൾ മിണ്ടാതെ ഇരുന്നൂടെ. അത് ആൾക്കാരെ എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നേരെ ഇടതുപക്ഷത്തിൻ്റെ തലയിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ചില ഓമനക്കുട്ടന്മാർ അവർ ക്യാമ്പുകളിൽ സാധനം എത്തിച്ചതിൻ്റെ പണം പിരിവെടുത്ത് കൊടുത്തതിനെ ഇവർ പല തരത്തിലുള്ള കുപ്രചരണങ്ങൾക്ക് വിധേയരാക്കിയതാണ്. വസ്തുത പുറത്തു വന്നു. ഇതിനെ സംബന്ധിച്ചും വസ്തുതയുണ്ടെങ്കിൽ അത് പറഞ്ഞും അത് തുറന്നു കാട്ടിയും സ്വന്തം അംഗങ്ങളെ രക്ഷിക്കുന്നതിന് പകരം അവരെ കൊണ്ടുവന്ന് ഇടതുപക്ഷത്തിൻ്റെ തൊഴുത്തിലും കെട്ടി ഇവർ കൈയൊഴുകിയാണ്. ആര്? ലീഗ് നേതൃത്വവും ലീഗിൻ്റെ സൈബർ മൂരികളും. ആ ഒരു ശ്രമത്തെയാണ് പൊളിച്ചടുക്കി കൈ കൊടുക്കേണ്ടതുള്ളത്. ഈ ദൃശ്യവും ഇവരുടെ തിരഞ്ഞെടുപ്പ് ചിത്രങ്ങളും കണ്ടിട്ട് കാണുന്നവർക്ക് കൃത്യമായി കാര്യം ബോധ്യപ്പെടുന്നുണ്ടല്ലോ. ലീഗ് സൃഷ്ടിച്ചെടുത്ത അംഗങ്ങൾ അവർക്ക് ഈ കിട്ടിയ അവസരത്തിൽ എവിടെയൊക്കെ മുക്കാനും കക്കാനും അവസരമുണ്ടോ അത് വനിതകളാണെങ്കിലും ആ പ്രവൃത്തിയേ ചെയ്യുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അതിൻ്റെ കൃത്യമായ ഉദാഹരണം കൂടിയാണ്. ഇടതുപക്ഷത്തിൻ്റെ പേര് വെച്ച് വ്യാജ പ്രചരണം നടത്തുന്നത് സ്വന്തം അണികൾക്ക് മുന്നിൽ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ്. വസ്തുതാപരമായി ലീഗ് അംഗങ്ങളെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം, അവർ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നതിന് പകരം അവരെ ഇടതുപക്ഷമാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കൈ കഴുകാനുള്ള ശ്രമമുണ്ടല്ലോ, അതാണ് നിങ്ങൾ കാണേണ്ടത്.
ഇതാണ് ലീഗ് ഒരു വിസ്മയമാണെന്ന് കൂടെ പറയേണ്ടി വരുന്നത്.